ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചീഫ് മിനിസ്റ്റർ ഞാൻ ആകെ എനിക്ക് പാടുള്ള സാറിന് മാത്രമേ നമ്മളെ പിള്ളേരെ പോലെ നമുക്ക് രണ്ടുപേരെയും പിള്ളേരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്റെ ലൈനാണ്. പിള്ളേരെ കൊണ്ട് ചൂടാണ് ഫ്രീയാക്കി വിട്ടു. ഫൈറ്റ് ചെയ്തത് മുഖ്യമന്ത്രിയാവാന് അയ്യോ എനിക്ക് സോഷ്യൽ മീഡിയ കേരളയുടെ ചീഫ് മിനിസ്റ്റർ നമുക്ക് എങ്ങനെ അറിയാം? കണ്ടപ്പോ തന്നെ ഇമോഷണലാണ്. ഞാൻ കാർത്തികൻ സാറുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആദ്യ അസംബ്ലി സീറ്റ് ആദ്യത്തെ പ്രാവശ്യവും 96-ലും 2001-ലും എന്നെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണം. അവൻ MLA ആയിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു അസറ്റായിരിക്കും എന്ന് ശ്രീ AK ആറിനെയും ശ്രീ K കരുണാകരനെയും കണ്ടു പറഞ്ഞ് എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. എൻ്റെ കുടുംബമാണിത്. ഞാൻ പറയാറുണ്ട് ശബരിയോട്, ഞാനാണ് ഇവിടുത്തെ മൂത്ത ആൾ, നീ കണ്ണിന് ഇളയ ആളുകളാണെന്ന് പറയാറുണ്ട്. ടീച്ചർ അതുപോലെ തന്നെ ഒരു വാത്സല്യം എന്നോട് എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് നടന്നിരുന്നത്. ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ആ വലിയ മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവും. ഇവിടെ വന്നില്ലേ പിന്നെ ഞാൻ എവിടെ പോകാനാ? സതീശൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. അതിൻ്റെ മുകളിലുള്ള അവരുടെ ചേട്ടനാണ് സതീശന്. പിന്നെ നിങ്ങൾക്കൊക്കെ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കാം ഇപ്പോഴ്, അല്ലേ? പലർക്കും പലതായിരിക്കാം. പക്ഷേ സതീശൻ എനിക്കും കാർത്തിക സാറിനും ഞങ്ങളുടെ മൂത്ത മകനാണ്. എനിക്ക് തോന്നി സതീശൻ്റെ കഴിവുകൾ, സതീശൻ ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആദ്യം എനിക്കൊന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ GK ആയിരിക്കും. അവൻ കേരളത്തിനൊരു ഇതാണെന്ന് എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് സതീശനിലെ ആ ഒരു വളരെ മിടുക്കനായ ഒരാളെ കണ്ടെത്തിയത് GK ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. 2001 96-ൽ ഒരു പരാജയം, 2001 അസംബ്ലിയിൽ വന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതുവരെയുണ്ട്. ഇനിയും സതീശന് വളരെ 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 ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലൊക്കെ എല്ലാവരും സ്നേഹിക്കുന്ന, ഈ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന, എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നല്ലൊരു മുഖ്യമന്ത്രി, കേരളം നിന്ന് ഓർക്കുന്ന ഒരു നല്ല മുഖ്യമന്ത്രി ആവട്ടെ. ലീഡറെ പോലെയും ഉമ്മൻചാണ്ടി സാറിനെ പോലെയും ഒക്കെ ഒരു നല്ല മുഖ്യമന്ത്രി ആവട്ടെ, ജനങ്ങൾ ഇഷ്ടപ്പെടുക. അല്ലല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോഴേ വീട്ടിൽ വരുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും.